അരും കൊലപാതകത്തിന്റെ വാർത്തയിലേക്കാണ്, ഭർത്താവിന്റെ ക്രൂരതയുടെ വാർത്തയിലേക്ക്. മഹാരാഷ്ട്ര പൂനെയിൽ ഭർത്താവിന്റെ ക്രൂരത. യുവതിയുമായുള്ള തന്റെ ബന്ധം മറച്ചുവെക്കാൻ ഭാര്യയെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തി ഇലക്ട്രിക് ചൂളയിലിട്ട് കത്തിച്ച് ചാരം പുഴയിലൊഴുക്കി. ഭർത്താവ് സമീർ ജാദവ് അറസ്റ്റിലായിട്ടുണ്ട്. അധ്യാപികയായ അഞ്ജലി സമീർ ജാദവാണ് കൊല്ലപ്പെട്ടത്. ഓട്ടോമൊബൈൽ ഗാരേജ് ഉടമയാണ് സമീർ ജാദവ്. വിവാഹിതനായ ഇയാൾക്ക് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്നു. ഇതു സംബന്ധിച്ച് ഭാര്യ അഞ്ജലിക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു. കാമുകിയുമായി ബന്ധപ്പെട്ട കാര്യം അഞ്ജലി സമീറിനോട് ചോദിച്ചെങ്കിലും നിഷേധിച്ചു. തുടരെ ചോദ്യങ്ങൾ ഉയർന്നതോടെ അഞ്ജലിയെ ഇല്ലാതാക്കാൻ സമീർ തീരുമാനിക്കുകയായിരുന്നു. പെൺസുഹൃത്തിന്റെ കാര്യം ബന്ധുക്കൾ അറിയുമോ എന്ന ഭയമാണ് കൃത്യത്തിലേക്ക് നയിച്ചത്. ദീപാവലി അവധിക്ക് മകളെ നാട്ടിലാക്കിയ ശേഷം തന്റെ പുതിയ ഗാരേജ് ഗോഡൌൺ കാണിച്ചു തരാമെന്ന് പറഞ്ഞാണ് അധികം ആൾത്തിരക്കില്ലാത്ത ഗോഡൌണിൽ എത്തിച്ചത്. കൊലപാതകത്തിന് മുന്നോടിയായി കൃത്യം നടപ്പാക്കാനായി മാത്രമാണ് ഗോഡൌൺ ഇയാൾ വാങ്ങിയത്. ഗോഡൌണിലെത്തിയ അഞ്ജലിയെ കഴുത്തുഞെരിച്ചു കൊലപ്പെടുത്തി. ശേഷം അവിടെ തന്നെ ഉണ്ടായിരുന്ന ഇലക്ട്രിക് ചൂളയിലിട്ട് മൃതദേഹം കത്തിച്ചു, ചാരം പുഴയിലൊഴുക്കി. പിന്നാലെ ഭാര്യയെ കാണാനില്ലെന്ന് പോലീസിലെത്തി പരാതിയും നൽകി. കേസിന്റെ വിശദാംശങ്ങൾ തേടി ഇയാൾ അടിക്കടി സ്റ്റേഷനിലെത്തുമായിരുന്നു. പെരുമാറ്റത്തിലും മൊഴിയിലും തോന്നിയ ചില സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു. ഭാര്യയ്ക്ക് മറ്റൊരാളുമായി ഉണ്ടായിരുന്ന ബന്ധമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു ഇയാളുടെ ആദ്യ മൊഴി. തന്റെ പെൺസുഹൃത്തിനെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ശ്രമം. ഇതിനായി അഞ്ജലിയെ കൊലപ്പെടുത്തിയ ശേഷം അഞ്ജലിയുടെ ഫോണിൽ നിന്ന് ഒരു സുഹൃത്തിന് സന്ദേശം അയക്കുകയും ചെയ്തു. എന്നാൽ ആ സന്ദേശങ്ങൾ അയച്ചത് കൊലപാതക ശേഷമാണെന്ന് മനസ്സിലാക്കിയ പോലീസ് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് പ്രതി സത്യം വെളിപ്പെടുത്തിയത്. കാമുകിയോടൊപ്പം ജീവിക്കാൻ വേണ്ടിയാണ് അഞ്ജലിയെ കൊലപ്പെടുത്തിയതെന്ന് ഇയാൾ കുറ്റസമ്മതമൊഴി നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.